നിക്കോളാസ് റെങ്കഡെ എന്ന പേര് കേട്ടാൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അന്ത്യം വരെ ആ വ്യക്തിയെ നാം മറക്കാൻ സാധ്യതയുമില്ല. ഭൂമിയിൽ പിറന്നു വീണതു മുതൽ പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്ര നിക്കോളാസിനൊപ്പമുണ്ടായിരുന്നു. എന്നാലും പ്രത്യാശയോടെ ഞാൻ ഭാഗ്യവാനാണെന്ന് ആ ചെറുപ്പക്കാരന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. 8.5 വയസ്സുള്ളപ്പോൾ ശരീരത്തെ ബാധിച്ച മാരക രോഗം നിക്കോളാസിൻ്റെ ജീവന് തന്നെ ഭീഷണിയായി. ഇനി 30 വർഷം മാത്രമേ നിക്കോളാസ് ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർമാരും വിധി എഴുതി. അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം നിക്കോളാസിൻ്റെ മാതാപിതാക്കൾ വിവാഹമോചിതരായി. 3 വയസ്സ് മുതൽ ജീവിച്ചിരുന്ന ജപ്പാനിൽ അതിതീവ്രമായ ഭൂചലനം. ഇങ്ങനെ ഒരാൾക്ക് താങ്ങാവുന്നതിനപ്പുറം പ്രതിസന്ധികളിലൂടെയാണ് നിക്കോളാസ് കടന്നുപോയത്. ഭൂചലനത്തിന് ശേഷം നിക്കോളാസ് ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോയി. ക്രമേണ ആരോഗ്യ പ്രശ്നങ്ങൾ ആ ബാലനെ മെല്ലെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി. 2015 നിക്കോളാസിൻ്റെ കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടി വന്നു. അതേ വർഷം തന്നെ ഹൃദയാഘാതവും സംഭവിച്ചു. അതൊന്നിനും ആ ചെറുപ്പക്കാരനെ തോൽപ്പിക്കാനായില്ല. ഹൈസ്കൂൾ പഠനകാലത്ത് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കലാകായിക മത്സരങ്ങളിലെല്ലാം നിക്കോളാസ് പങ്കെടുത്തു. എങ്ങനെ ഇതെല്ലാം അയാളെ കൊണ്ട് സാധിക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ക്രിസ്തുവിലുള്ള വിശ്വാസം. 16-ാം വയസ്സിൽ ലൂർദിൽ വെച്ച് നടത്തിയ കുമ്പസാരം വഴി നിക്കോളാസിൻ്റെ വിശ്വാസം ഇരട്ടിക്കുകയായിരുന്നു. അനേകർ എൻ്റെ അവസ്ഥ കണ്ട് എന്നെ സഹായിക്കുന്നു, എന്നാൽ ശാരീരികമായ ബലഹീനതകളില്ലാതെ സഹായം ആവശ്യമുള്ളവരും ഈ സമൂഹത്തിലുണ്ട് എന്ന ബോധ്യം പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും നിക്കോളാസിന് ലഭിച്ചു. അതാണ് തൻ്റെ വിളിയെന്ന് തിരിച്ചറിഞ്ഞതോടെ അങ്ങനെ തൻ്റെ മുമ്പിലേക്ക് എത്തുന്നവരെയെല്ലാം സഹായിക്കുകയാണ് നിക്കോളാസ്. ഡോക്ടർമാർ തൻ്റെ ആയുസ്സിനെക്കുറിച്ച് പറഞ്ഞതൊന്നും നിക്കോളാസിനെ ബാധിച്ചിട്ടില്ല. കൂടുതൽ ദാഹത്തോടെ അനേകരെ സഹായിക്കാനുള്ള മനസ്സോടെ അയാൾ മുന്നോട്ട് പോവുകയാണ്.